അമേരിക്കയ്ക്ക് ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ യുദ്ധത്തിൽ ചെയ്യാൻ പറ്റാത്ത പലതും അവർ വേൾഡ് കപ്പിൽ ഇറാൻ ടീമിനെതിരെയും ഇറാൻ രാജ്യത്തിനെതിരെയും ചെയ്തു. ഇന്നത്തെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഓസ്ട്രിയ അൾജീരിയ മത്സരത്തിന്റെ റിസൾട്ട് ബാധിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു, അത് ഇറാനായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രിയ അൾജീരിയ മത്സരത്തിൽ ഒരു ക്ലിയർ വിന്നർ ഉണ്ടാവണമായിരുന്നു. ഒരു ക്ലിയർ വിന്നർ ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ ആക്ച്വലി തേർഡ് പ്ലേസിൽ വന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ആണ്. ഇറാൻ ഓൾറെഡി ആ ഗ്രൂപ്പിൽ തേർഡ് പ്ലേസ് ആണ്, അവരുടെ ഗ്രൂപ്പിൽ തേർഡ് പ്ലേസ് ആണ്. പക്ഷെ ഗോൾ ഡിഫറൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഓസ്ട്രിയ അൾജീരിയ മത്സരത്തിൽ ഒരു ടീം തോൽക്കണമായിരുന്നു. ഒരു ടീം തോറ്റിരുന്നെങ്കിൽ ഈ ഓസ്ട്രിയ അൾജീരിയ മത്സരത്തിൽ ഒരു ടീം താഴെ പോവുകയും അവിടേക്ക് ഇറാൻ കയറി വന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ആവുകയും ചെയ്യുമായിരുന്നു. അത് നടന്നില്ല. കാരണം ഓസ്ട്രിയ അൾജീരിയ മത്സരം 3-3 ഗോളിന് സമനിലയാവുക ചെയ്തു. രണ്ടുപേരും ക്വാളിഫൈ. നല്ലൊരു മത്സരം തന്നെയായിരുന്നു. അർജന്റീനയുള്ള ഗ്രൂപ്പത്തെ മത്സരം തന്നെയായിരുന്നു. ഇറാൻ അങ്ങനെ പുറത്താവുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അമേരിക്ക ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടാളും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണ്. ഇപ്പോഴും ഈ മത്സരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലടക്കം എന്താ പറയുക, അവേഴ്സ് ബിഫോർ എന്ന് വരെ പറയാ, ഇറാനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അമേരിക്ക. ആ അക്രമത്തിന്റെ ന്യൂസൊക്കെ അറിഞ്ഞുകൊണ്ടുകൂടെയാണ് ഇറാൻ ഈ മത്സരങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇറാന്റെ 3 മത്സരം, അത് ബെൽജിയത്തിനെതിരെ ആവട്ടെ, ഈജിപ്തിനെതിരെ ആവട്ടെ, ന്യൂസിലൻഡിനെതിരെ ആവട്ടെ, ഇത് 3 നടന്നത് അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയിൽ 2 മത്സരം നടന്ന ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിലും 1 സിയാറ്റിൽ സ്റ്റേഡിയത്തിലുമാണ് നടന്നത്. ഇതിൽ വേറൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ഇന്റൻസിറ്റിയാണ്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പറയുമ്പോൾ ഫുട്ബോൾ മാച്ചസ്, ആ 90 മിനിറ്റ് കണ്ടിന്യൂസ്ലി കളിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാച്ച് കഴിഞ്ഞിട്ട് പ്രോപ്പർലി റെസ്റ്റ് എടുക്കുക എന്നുള്ളതും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അമേരിക്ക അവരെ പ്രോപ്പർലി റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്ന് രാത്രി എന്നെ അമേരിക്ക വിടണം എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ടീമുകൾക്ക് കിട്ടുന്ന റെസ്റ്റിംഗ് ടൈമിനേക്കാളും കുറവായിരുന്നു ഇറാന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും ഡ്രോ ആവുകയാണ് ഇറാൻ ചെയ്തത്. ഇറാൻ ഒറ്റ മത്സരം പോലും തോറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഇറാന് അവരുടെ തല ഉയർത്തി തന്നെ അഭിമാനത്തോടെ തന്നെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാം. അതായത് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇറാനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, പക്ഷേ വേൾഡ് കപ്പിൽ മേ ബി ഇങ്ങനത്തെ ടാക്ടിക്സ് വെച്ചിട്ട് അമേരിക്കയ്ക്ക് ഇറാനെ തോൽപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷെ എന്നിരുന്നാലും മോറലി അല്ലെങ്കിൽ സ്പിരിച്വലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു തെളിവ് കൂടെയായിരുന്നു ഈ വേൾഡ് കപ്പ്. ടൂർണമെന്റ് നടക്കുന്നതിന് മുന്നേ അവരുടെ ഫാൻസ് ആണെങ്കിലും ടീമിനാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും വിസ ഡിനേ ചെയ്യുക, അത് ലാഗ് വരുത്തുക. ഒരു സമയം വരെ ഇറാന് അമേരിക്കയിലേക്ക് എൻട്രി കിട്ടുമെന്ന് വരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇറാന്റെ ക്യാപ്റ്റൻ മെഹദി തരേമിയും അസിസ്റ്റന്റ് കോച്ച് സയ്യിദ് അലോഹിയെല്ലാം 25 മിനിറ്റോളം US ബോർഡറിൽ ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഇവരെ സൈക്കോളജിക്കലി തകർക്കാനുള്ള ഒരു ശ്രമം കൂടെ അമേരിക്ക ഈ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഇറാനെതിരെ ചെയ്യുന്നതാണ്. പക്ഷെ അതിലൊന്നും തളരാതെ അവരെ കൊണ്ട് കിട്ടാവുന്ന ബെസ്റ്റ് റിസൾട്ട് നേടിയെടുക്കാൻ ഇപ്പോൾ ബെൽജിയം പോലെ അല്ലെങ്കിൽ ഈജിപ്റ്റ്, മോസാലയൊക്കെ കളിക്കുന്ന ഈജിപ്റ്റിനെതിരെയൊക്കെ ഒരു റിസൾട്ട്, ഒരു പോയിന്റ് നേടാൻ പറ്റിയ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അവർക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്.